അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 78 സങ്കീർത്തനം 21 വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു, യാക്കോബിൻ്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രയേലിൻ്റെ നേരെ കോപവും പൊങ്ങി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നാം ദൈവത്തോട് പിറുപിറുക്കുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ ദൈവം പ്രസാദിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ നാം മറന്നു കളഞ്ഞാൽ അത് നമ്മെ പാപത്തിലേക്കും അനുസരണക്കേടിലേക്കും നയിക്കും. ദൈവത്തിലുള്ള വിശ്വാസത്തോടെ തന്നെ ദൈവത്തോട് അപേക്ഷിക്കുക, സ്തോത്രത്തോടെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക. എന്നാൽ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരും. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നാം ദൈവത്തിൽ വിശ്വസിക്കാതെ ഇരുന്നാൽ അത് ദൈവം വെറുക്കുന്ന പാപമാണ് എന്ന് നാം മനസ്സിലാക്കണം. സ്നാപക യോഹന്നാൻ്റെ പിതാവായ സെഖര്യാവ് തനിക്കൊരു മകൻ ജനിക്കുവാൻ പോകുന്നുവെന്ന് ഗബ്രിയേൽ പറഞ്ഞപ്പോൾ അത് എന്തൊന്നിനാൽ ഞാൻ അറിയും എന്ന് ചോദിക്കുന്നു. താനും ഭാര്യയും ഇരുവരും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപ്രകാരം ചോദിക്കേണ്ടി വന്നത്. എന്നാൽ ദൈവത്തിന് അതിൽ പ്രസാദമില്ലായിരുന്നു. ഉടനെ ദൂതൻ മറുപടിയായി ഒരു ശിക്ഷയാണ് കൊടുക്കുന്നത്. കുഞ്ഞ് ജനിക്കും വരെ നീ ഇനി ഊമനായി പാർക്കണം എന്നായിരുന്നു ശിക്ഷ. അത് ശിക്ഷയായിരുന്നുവോ അതോ സെഖര്യാവിൻ്റെ സംശയത്തിന് നിവാരണമായിരുന്നുവോ എന്ന് നമുക്കറിയില്ല. എന്തു തന്നെയായാലും അവന് പിന്നെ സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഇന്നും സെഖര്യാവിനെ പോലെ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം ജനത്തെ അറിയിപ്പാൻ അനുവദിക്കുന്നില്ല. കാരണം ദൈവത്തെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ ഉപയോഗിക്കും? 60 വയസ്സുള്ള ഇസ്ഹാക്കിനും 100 വയസ്സുള്ള അബ്രഹാമിനും സന്തതികളെ കൊടുത്തവനാണ് കർത്താവ്. സെഖര്യാവ് ന്യായപ്രമാണ പുസ്തകത്തിൽ അത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നിട്ടും തൻ്റെ കാര്യത്തിലൊരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവന് സംശയം തോന്നി. അതുകൊണ്ടായിരിക്കാം കുഞ്ഞ് ജനിക്കുന്നത് വരെ മൗനമായിരിക്കുവാൻ സെഖര്യാവിനോട് പറഞ്ഞത്. പറയുക മാത്രമല്ല, അപ്പോൾ തന്നെ അവൻ ഊമനായിപ്പോയി. വിശ്വാസമില്ലാത്തൊരു വ്യക്തി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം നാം മനോവ്യതയിലാണോ? എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. കർത്താവ് തന്നെ വിശ്വസിക്കുവാനുള്ള കൃപ നമുക്ക് തരും. 78 സങ്കീർത്തനം 21 വാക്യത്തിൽ ദൈവം ജനത്തോട് കോപിക്കുവാനുണ്ടായ കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 78 സങ്കീർത്തനം 17 വാക്യത്തിൽ ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിച്ചു. 78 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ ജ്ഞാനം പരീക്ഷിച്ചു. 78 സങ്കീർത്തനം 19, 20 വാക്യങ്ങളിൽ അവർ ദൈവത്തിൻ്റെ ശക്തിയെ പരീക്ഷിച്ചു. 78 സങ്കീർത്തനം 21 വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ കോപം പരീക്ഷിച്ചു. ജനത്തിൻ്റെ സംസാര രീതി നമുക്കൊന്ന് പരിശോധിക്കാം. അവർ മാംസം തരയണമേ എന്നോ അവർക്ക് ആഹാരം തരയണമേ എന്നോ പ്രാർത്ഥിക്കുകയായിരുന്നുവെങ്കിൽ കർത്താവിന് എന്ത് സന്തോഷമായിരുന്നു. അതിന് പകരം അവർ തമ്മിൽ പറയുകയാണ്, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ? ഇങ്ങനെയാണ് ജനം സംസാരിക്കുന്നത്. ഈ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. മിസ്രയീം ദേശത്ത് 430 വർഷം അടിമകൾ ആയിരുന്നവരാണ് ഇവർ. ഇവരെ അടിച്ച് പണി ചെയ്യിച്ച വ്യക്തികളോട് എന്ത് മാന്യമായിട്ടായിരുന്നു ഇവർ സംസാരിച്ചിരുന്നത്. അടിയങ്ങളെ അടിയിക്കുന്നത് നിങ്ങൾക്ക് പാപമാകുന്നു എന്ന് താഴ്മയോടെ പറയുമായിരുന്ന ജനം ഇപ്പോഴിതാ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തെ കോപിപ്പിക്കുന്നു. ഇവർക്ക് വേണ്ടി ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചത് ഇവരുടെ സ്വന്തം കണ്ണാൽ കാണുകയും ആ വഴിയെ നടന്ന് മറുകര എത്തിയവരുമാണ് ഇവർ ദൈവത്തോട് ഭക്ഷണത്തിനും മാംസത്തിനും പിറുപിറുക്കുന്നതിന് മുമ്പ് മറ്റനേകം അത്ഭുതങ്ങൾ കണ്ടവരാണ് ഇവർക്ക് രാത്രിയിൽ വെളിച്ചത്തിനായി അഗ്നിസ്തംഭവും പകലിൽ തണലിനായി മേഘസ്തംഭവും ദൈവം ഒരുക്കി വെച്ചത് ഇവർ ദിവസേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്.
ചുട്ടുപൊള്ളുന്ന പാറയെ അടിച്ചപ്പോൾ തണുത്ത ജലം പാറയ്ക്കുള്ളിൽ നിന്നും ചാടി പുറപ്പെട്ട് തോടുകൾ നിറഞ്ഞൊഴുകി എന്ന അത്ഭുതത്തെക്കുറിച്ച് ഇവർക്ക് കേട്ടുകേൾവിയല്ലായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം കാണുകയും ആ വെള്ളം കുടിച്ച് ആശ്വാസം പ്രാപിക്കുകയും ചെയ്തവരാണ് ഇവർ. എന്നിട്ടും ഇവർ പറയുകയാണ്, മരുഭൂമിയിൽ അപ്പവും മാംസവും തരുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന്. അവർ മാത്രമല്ല, ദൈവത്തിൻ്റെ വഴി കണ്ടവനായ മോശയും ദൈവത്തോട് പറയുന്നു, എൻ്റെ കൂടെ ഉള്ള ജനം 6 ലക്ഷം കാലാൾ ആണ്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യങ്ങളെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്നാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. ഈ വാക്ക് കേൾക്കുമ്പോൾ ദൈവത്തിന് സന്തോഷം തോന്നുമോ? ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നാം. എന്നാൽ നാമും ഇന്ന് പ്രതിസന്ധികളുടെ നടുവിൽ പ്രയാസപ്പെടുമ്പോൾ ഇങ്ങനെയല്ലേ പലപ്പോഴും ചിന്തിക്കുന്നത്? എത്ര പ്രാവശ്യം നാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംശയിച്ചിട്ടുണ്ട്. മാരകമായ മരണത്തിൽ നിന്നും കർത്താവ് എന്നെ രക്ഷിച്ചു, സത്യം. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്നല്ലേ നാം അറിയാതെയാണെങ്കിലും ചോദിക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി എന്ന സ്ഥാനത്ത് മറ്റേതെങ്കിലും കാര്യമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു കാണരുത്. അവൻ്റെ ശക്തിയുടെ ചെറിയൊരു ഭാഗം പോലും നാം ഇന്നുവരെയും കണ്ടിട്ടില്ല. ദൈവത്തിന് പദ്ധതി പറഞ്ഞു കൊടുക്കുന്നവരായിരുന്നു ഇസ്രായേൽ ജനം. ഓർക്കുക, നമ്മെ എങ്ങനെ സഹായിക്കണമെന്ന് നാം കർത്താവിനോട് പറയേണ്ട. ദൈവത്തിന് നമ്മുടെ ബുദ്ധി ഉപദേശം ആവശ്യമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചെറിയ ഒരു കാര്യം പറയാം. വലിയ ഒരു സൈന്യം യുദ്ധത്തിനായി വരുന്നു. യഹൂദാജനം ആട്ടിൻകൂട്ടം പോലെ ചെറിയ 2 കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വലിയ സൈന്യത്തെ ആട്ടിൻകൂട്ടം പോലെയുള്ള ചെറിയ സൈന്യം തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ജനത്തെ സഹായിച്ചു. എത്രയോ സംഭവങ്ങൾ, അപ്രകാരമുള്ള സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രതിസന്ധിയിൽ നാം അതൊന്നും ഓർത്താൽ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതികൂലം ഒരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രശ്നങ്ങളെ നാം നോക്കാതെ ദൈവത്തെ നോക്കുക. എന്നാൽ പ്രശ്നം ചെറിയതും ദൈവം വലിയവനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനെ അറിയിക്കുക. സ്വന്തം പിതാവ് ഒരു പിഞ്ചു കുഞ്ഞിനെ കേൾക്കുന്നതിനേക്കാൾ നമ്മുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് കാതോർത്തിരിക്കുന്നു. നമുക്ക് ധൈര്യത്തോടെ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വശത്തു നിന്ന് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: ഹൃദയത്തിൽ അകൃത്യം ചിന്തിക്കാതെ, ആരോടും പകയും വിദ്വേഷവും കാണിക്കാതെ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും വചനം അനുസരിക്കുവാനും ഉത്സാഹം കാണിക്കുക. കാരണം യേശു നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ നിശ്ചയമായും നാം അവൻ്റെ കൽപ്പനകൾ ഒന്നൊന്നായി അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ യേശു അവനെ തന്നെത്താൻ വെളിപ്പെടുത്തി നമുക്ക് തരും. അപ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. യേശു ആരാണെന്ന കാര്യം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതിന് നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അവൻ നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ആകയാൽ യേശു നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തി നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.